കൂട്ടുകാർക്കായി ഞാൻ ബീർബലിൻ്റെ മറ്റൊരു കഥ കൂടി ഇന്ന് പറയാം. ഗംഗാറാമിൻ്റെ കഴുത. യമുനാ നദിക്കരയിലെ ഒരു ചെറിയ ഗ്രാമം. അലക്കുകാരുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന പ്രദേശം. അടുത്തടുത്ത ചെറിയ വീടുകൾ, മിക്കവരും ബന്ധുക്കൾ. പരസ്പരം സഹകരിച്ചും സഹായിച്ചും എല്ലാവരും സന്തോഷത്തോടെ കഴിയുന്നു. അലക്കുതൊഴിലാണ് പ്രധാനം. ആണുങ്ങളെല്ലാം അലക്കാനുള്ള തുണി പൊതിഞ്ഞുകെട്ടി കഴുതപ്പുറത്ത് കയറ്റി നദീതീരത്തേക്ക് പോകും. മിക്കവാറും എല്ലാ വീട്ടുകാർക്കും സ്വന്തമായ കഴുതയുണ്ട്. വിറകും മറ്റു സാധനങ്ങളും കൊണ്ടുവരുന്നതിനും തുണിക്കെട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിനും അത്യാവശ്യക്കാർക്ക് യാത്ര ചെയ്യുന്നതിനും ഒക്കെ കഴുതകളെ ഉപയോഗിച്ചിരുന്നു. ഭക്ഷണവും കൊണ്ട് സ്ത്രീകൾ അലക്കുകടവിലേക്ക് പിന്നാലെ പോകും. തുണികളെല്ലാം അലക്കി ഉണങ്ങി വൈകുന്നേരമാകുമ്പോഴേക്കും എല്ലാവരും ഒന്നിച്ച് വീട്ടിലേക്ക് തിരികെ പോരും. ഒരു ദിവസം നേരം വെളുത്തു വരുന്നതേയുള്ളൂ. ഗംഗാറാമിൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കുന്നു. അയൽപ്പക്കക്കാരെല്ലാം അടുത്തുകൂടി കാര്യം തിരക്കി. അയാളുടെ കഴുതയെ കാണാനില്ല. ജീവസന്ധാരണത്തിനാകെയുള്ള ഉപാധിയാണ്. തലേ ദിവസം രാത്രി ശ്രദ്ധയോടെ കെട്ടിയിട്ടിരുന്നതാണ്. എന്നിട്ടും കഴുത നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആരെങ്കിലും അഴിച്ചു കൊണ്ടുപോയിരിക്കാനാണ് സാധ്യത. ആവുന്നിടത്തൊക്കെ ഗംഗാറാം കഴുതയെ അന്വേഷിച്ചു അലഞ്ഞു. കൂട്ടുകാരും സഹായിച്ചു ദിവസങ്ങളോളം. കഴുതയെ കണ്ടുകിട്ടിയില്ല. കഴുത ചെയ്തിരുന്ന ജോലി കൂടി അയാൾ ചെയ്യേണ്ടി വന്നു. കഷ്ടപ്പാടും കൂടി. ജോലിക്കിടയിലും അയാൾ അടുത്ത തെരുവുകളിലും പ്രദേശങ്ങളിലും എല്ലാം കഴുതയെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം ആരെങ്കിലും അഴിച്ചു കൊണ്ടുപോയിരിക്കാനാണ് സാധ്യത. ആവുന്നിടത്തൊക്കെ ഗംഗാറാം കഴുതയെ അന്വേഷിച്ചു അലഞ്ഞു. കൂട്ടുകാരും സഹായിച്ചു ദിവസങ്ങളോളം. കഴുതയെ കണ്ടുകിട്ടിയില്ല. കഴുത ചെയ്തിരുന്ന ജോലി കൂടി അയാൾ ചെയ്യേണ്ടി വന്നു. കഷ്ടപ്പാടും കൂടി. ജോലിക്കിടയിലും അയാൾ അടുത്ത തെരുവുകളിലും പ്രദേശങ്ങളിലും എല്ലാം കഴുതയെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ഗംഗാറാം അടുത്ത ഗ്രാമപ്രദേശത്ത് കൂടി നടക്കുകയായിരുന്നു. വിറകുകെട്ടുകളും ചുമന്നുകൊണ്ട് ഒരു കഴുത നടന്നു പോകുന്നു. കൂടെ ഒരപരിചിതനും. ഗംഗാറാം കഴുതയെ സൂക്ഷിച്ചു നോക്കി. സംശയമില്ല, തൻ്റെ കഴുത തന്നെ. പക്ഷേ കാക്കകളെയും കഴുതുകളെയും കണ്ടാൽ ഏതാണ്ടെല്ലാം ഒരുപോലിരിക്കും. എങ്കിലും ഗംഗാറാം അയാളോട് ചോദിച്ചു, ഈ കഴുത നിങ്ങളുടെ തന്നെയോ? അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ തിരിച്ചു ചോദിച്ചു, പിന്നെ നിങ്ങളുടേതാണോ? അതെ, എൻ്റേതാണ്, ഗംഗാറാം മറുപടി പറഞ്ഞു. അപരിചിതൻ ക്രുദ്ധനായി, ഞാൻ ഈ കഴുതയെ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. 2 ആഴ്ചയായിട്ടുള്ളൂ ഇതെൻ്റെ കയ്യിൽ വന്നിട്ട്. എവിടെ നിന്നാണ് വാങ്ങിച്ചത്? ആരോടാണ് വാങ്ങിച്ചത്? നിങ്ങളെന്തിനാണ് അതൊക്കെ അറിയുന്നത്? ഞാൻ പണം കൊടുത്തു, കഴുതയെ വാങ്ങി, അത്ര തന്നെ. ഗംഗാറാം ആവുന്ന രീതിയിലൊക്കെ അയാളോട് സംസാരിച്ചു. അയാൾ കഴുതയെ കൊടുക്കാനോ അത് അയാളുടെ കൈവശം എത്തിച്ചേർന്ന വഴിയുടെ വിവരം പറയാനോ തയ്യാറായില്ല. ഗംഗാറാം ഗ്രാമത്തിലെ പ്രധാനികളെല്ലാം കണ്ടു. പരാതി ബോധിപ്പിച്ചു. അവർ കഴുതയുടെ കൈവശക്കാരനുമായി വിവരങ്ങളെല്ലാം സംസാരിച്ചു. എന്നാൽ അയാൾക്ക് കഴുതയെ സംബന്ധിച്ചോ അത് തൻ്റെ കയ്യിൽ വന്നത് സംബന്ധിച്ചതോ തൃപ്തികരമായ വിശദീകരണം നൽകാൻ കഴിഞ്ഞില്ല. ഇടപാടുകളിലെ കള്ളത്തരം മരണത്തറിഞ്ഞ ഗ്രാമപ്രധാനികൾ ഗംഗാറാമിനോട് പറഞ്ഞു, ഞങ്ങൾ കഴിയുന്നത്ര പരിശ്രമിച്ചു നോക്കി. അയാൾ പഴയ നിലപാടിൽ തന്നെയാണ്. പണ്ടേ അയാളുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. ആരും അയാളുമായി അധികം അടുക്കാറില്ല. നിങ്ങൾ ചക്രവർത്തി മുൻപാകെ പരാതി ബോധിപ്പിച്ചു നോക്കൂ. ഗംഗാറാം പരാതിയുമായി അക്ബർ ചക്രവർത്തിയുടെ ദർബാറിലെത്തി. വിവരങ്ങൾ വിശദമായി ബോധിപ്പിച്ചു. സാധാരണ സംഭവിക്കാറുള്ളതുപോലെ പ്രശ്നപരിഹാരം ബീർബലിൻ്റെ തലയിലായി. ആവശ്യമായ വിവരങ്ങളെല്ലാം ഗംഗാറാമിൽ നിന്ന് ശേഖരിച്ച ശേഷം അടുത്ത ദിവസം വരാനായി അയാളെ പറഞ്ഞയച്ചു. പിറ്റേ ദിവസം കോടതി കൂടി. ഗംഗാറാം എത്തി. അല്പം കഴിഞ്ഞ് കഴുതയെയും ഇപ്പോഴത്തെ അതിൻ്റെ കൈവശക്കാരനെയും ഭടന്മാർ കൂട്ടിക്കൊണ്ടുവന്നു. വിശദമായ വാദപ്രതിവാദത്തിന് ശേഷം കഴുതയെ അടുത്തൊരു മുറിയിൽ കയറ്റി നിർത്തി. എന്നിട്ട് ബീർബൽ ഗംഗാറാമിനോടും എതിർകക്ഷിയോടും പറഞ്ഞു, ആരും കാണാതെ നിങ്ങൾ ഓരോരുത്തരായി കഴുതയുടെ വാലിൽ പിടിക്കണം. യഥാർത്ഥ ഉടമസ്ഥൻ വാലിൽ പിടിക്കുമ്പോൾ കഴുത അനുസരണയോടെ ശബ്ദമുണ്ടാക്കാതെ നിൽക്കും. കഴുതയുടെ മേൽ അവകാശമില്ലാത്ത ആൾ വാലിൽ പിടിക്കുമ്പോൾ കഴുത ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കും. ആ ശബ്ദം ഇവിടെ കേൾക്കാം. ആര് വാലിൽ പിടിക്കുമ്പോഴാണോ കഴുത ശബ്ദമുണ്ടാക്കുന്നത് അയാൾ ശിക്ഷാർഹനായിരിക്കും. രണ്ടുപേരും സമ്മതിച്ചു. ഗംഗാറാം ആദ്യം മുറിയിൽ കയറി. അല്പം സമയം കഴിഞ്ഞ് ഇറങ്ങി വന്നു. കഴുതയുടെ ശബ്ദം
പുറത്ത് കേട്ടതേയില്ല. എല്ലാവരും തീരുമാനിച്ചു രണ്ടാമനായിരിക്കും കുറ്റവാളി. രണ്ടാമൻ മുറിയിൽ കയറി. കുറച്ചു നേരം കഴിഞ്ഞ് അയാളും പുറത്തിറങ്ങി. കഴുതയുടെ ശബ്ദം കേട്ടില്ല. പിന്നെങ്ങനെ തെറ്റുകാരനെ കണ്ടുപിടിക്കും? എല്ലാവരും നോക്കി നിൽക്കെ ബീർബൽ രണ്ടുപേരെയും തിരികെ വിളിപ്പിച്ചു. ഒരു ഭടൻ അടുത്തു വന്ന് ഗംഗാറാമിനോട് ചോദിച്ചു, നിങ്ങൾ ഏത് കൈകൊണ്ടാണ് കഴുതയുടെ വാലിൽ പിടിച്ചത്? വലത് കൈകൊണ്ടാണ്, ഗംഗാറാം പറഞ്ഞു. രണ്ടാമനോട് ചോദിച്ചു, നിങ്ങളോ? ഞാനും വലത് കൈ കൊണ്ട് തന്നെയാണ്. ഭടൻ രണ്ടുപേരെയും ബീർബലിന് മുമ്പാകെ മാറ്റി നിർത്തി. രണ്ടുപേരും വലത് കൈകൊണ്ട് കഴുതയുടെ വാലിൽ പിടിച്ചിട്ടും കഴുത ശബ്ദിച്ചതേയില്ല. എനിക്ക് ഇവരോട് ബഹുമാനം തോന്നുന്നു എന്ന് പറഞ്ഞ് ബീർബൽ രണ്ടുപേരുടെയും വലത് കൈ പിടിച്ചു ചുംബിച്ചു. എന്നിട്ട് ചക്രവർത്തിയുടെ നേരെ നോക്കി പറഞ്ഞു, എങ്കിലും തിരുമേനി, ഇവരിൽ ഒരാളെ സത്യം പറഞ്ഞുള്ളൂ, അത് ഗംഗാറാമാണ്. അതെങ്ങനെ ബീർബൽ? ഗംഗാറാം ശരിക്കും കഴുതയുടെ വാലിൽ പിടിച്ചു. എന്നാൽ വാലിൽ പിടിച്ചാൽ കള്ളത്തരം കാരണം കഴുത കരഞ്ഞു ശബ്ദമുണ്ടാക്കുമെന്ന് കരുതി മറ്റേയാൾ കഴുതയുടെ വാലിൽ പിടിച്ചില്ല. ഇത് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? കഴുതയുടെ വാലിൽ അല്പം കസ്തൂരി തേക്കാൻ ഞാൻ ഇടപാട് ചെയ്തിരുന്നു. ഗംഗാറാം കഴുതയുടെ വാലിൽ പിടിച്ചപ്പോൾ അയാളുടെ കയ്യിൽ പറ്റിയ കസ്തൂരിയുടെ സുഗന്ധം ഇപ്പോഴുമുണ്ട്. രണ്ടാമൻ്റെ കയ്യിലാകട്ടെ അതിൻ്റെ യാതൊരു ലക്ഷണവുമില്ല. അതു തെളിയിക്കാനാണ് ഞാൻ രണ്ടുപേരുടെയും കയ്യിൽ ചുംബിക്കുന്നതായി ഭാവിച്ചത്. യഥാർത്ഥത്തിൽ അവരുടെ കയ്യിൽ കസ്തൂരി മണക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു. കള്ളി വെളിച്ചത്തായ ജാള്യതയിൽ ഭയചകിതനായ അയാൾ ബീർബലിൻ്റെയും ചക്രവർത്തിയുടെയും നേരെ ദയനീയമായി നോക്കി. ബാക്കിയെല്ലാം മുറ പോലെ നടന്നു. ഇതിൽ നിന്ന് കൂട്ടുകാർക്ക് എന്ത് മനസ്സിലായി? ഒരു കളവ് പറഞ്ഞാൽ അത് മറയ്ക്കാൻ 100 കളവുകൾ പറയേണ്ടി വരും. എന്നിരുന്നാലും സത്യം ഒരു ദിവസം മറനീക്കി പുറത്ത് വരിക തന്നെ ചെയ്യും.